കണ്ട് പഠിക്കണോ? അവൻ നല്ലതുപോലെ പഠിച്ചു, നല്ല ജോലിയായി, നല്ല സാലറിയായി. നീ ഇങ്ങനെ മന്ദബുദ്ധിയെ പോലെ നടക്കുകയാ. എപ്പോ നോക്കിയാലും വാപ്പ പറയുന്നത് അവനെ കണ്ട് പഠിക്ക്, അവളെ കണ്ട് പഠിക്ക്, അയൽവാസിയുടെ മകളെ കണ്ട് പഠിക്ക്. ഇതാണോ കൊലപാതകം വരെ എത്തിക്കുന്നത്? ഇതാണോ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത്? ഒരിക്കലും മക്കൾക്കിടയിൽ ഒരിക്കലും നിങ്ങൾ പരസ്പരം അങ്ങനെ പറയാൻ പാടില്ല. പടച്ചവനെ നൂഹ് നബിയായ യാക്കൂബ് നബി അലൈഹിസ്സലാം പടച്ചവനെ അതുകൊണ്ടാണ് പറഞ്ഞത്, നീ അവരോട് പോയിട്ട് ഇത് പറയണ്ട, നീ അവരോട് പോയിട്ട് ഇത് പറയണ്ട. കാരണം പടച്ചവനെ അവർക്ക് നിന്നോട് ദേഷ്യമുണ്ടാകാനത് കാരണമാവുകയാ. ഇത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് യാക്കൂബ് നബി മക്കളെ വളർത്തിയത്. പക്ഷേ യൂസുഫിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു, യൂസുഫിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ഇത് കണ്ടപ്പോ എല്ലാ മക്കളും കൂടെ ഒരുമിച്ച് കൂടുകയാണ്. ഒരാളല്ലടോ, ബാക്കി 11 ഒരുമിച്ച് കൂടിയടോ. പഠിച്ചവരെ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. യാക്കൂബ് നബിയുടെ 10 മക്കളും ഒരുമിച്ച് കൂടുകയാണ്. എന്നിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഇവനൊറ്റ ഒരുത്തൻ കാരണമാണ് വാപ്പ നമ്മളെ സ്നേഹിക്കാത്തത്. ഇവനെ ഇനി വെച്ചിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും ഇവനെ ഇവിടെ നിന്ന് അകറ്റണം. പടച്ചവനെ എല്ലാവരും ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുകയാണ്. വാപ്പയുടെ അടുക്കൽ വന്നിട്ട് അനുജനെ കളിക്കാൻ വിളിച്ചു കൊണ്ടുപോകാൻ ചോദിക്കുകയാണ്. ആദ്യമൊക്കെ സമ്മതിച്ചില്ല. മക്കള് പറഞ്ഞു, വാപ്പാ ഞങ്ങളുടെ അനുജനല്ലേ, നോക്കിക്കൊള്ളാമപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൊണ്ടുപോവുകയാണ്. ചരിത്രം പഠിച്ചവരാണല്ലോ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വിളിച്ചു കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുകയാണ്. അവര് കൊല്ലാൻ തയ്യാറായടോ, അവര് കൊല്ലാൻ തയ്യാറായടോ. വാപ്പയുടെ സ്നേഹം കിട്ടാതെ വന്നപ്പോ, വാപ്പാടെ പരിഗണന കിട്ടാതെ വന്നപ്പോ അവരെല്ലാവരും കൂടപ്പിറപ്പിനെ കൊല്ലാൻ തയ്യാറായി. ഇതാണ് പറയുന്നത്, വേർതിരിവ് കാണിക്കരുത്. സംസാരമാണെങ്കിലും നോട്ടമാണെങ്കിലും പ്രവർത്തനമാണെങ്കിലും മക്കൾക്കിടയിൽ നിങ്ങൾ വേർതിരിവ് കാണിക്കാൻ പാടില്ല. മക്കൾ വല്ലാതെ ചിന്തിക്കുന്നവരാണ്. അവര് കൊണ്ടുപോയി യൂസുഫ് എന്ന് പറയുന്ന കൂടപ്പിറപ്പിനെ കിണറ്റിൽ വലിച്ചെറിഞ്ഞടോ. അവസാനം പാറക്കല്ലെടുത്ത് തലയിലിട്ട് കൊല്ലാൻ അതിലേക്ക് വലിച്ചെറിയാൻ പോയപ്പോ അനക്കമില്ല, മരിച്ചു കാണുമെന്നുള്ള ധാരണ കാരണം പടച്ചവനെ കല്ലിട്ടില്ല എന്ന് ചരിത്രം പറയുകയാണ്. പഠിക്കേണ്ട 3ാമത്തെ പാഠമെന്താ? ഒരുപാട് തന്ത്രങ്ങൾ മെനയുകയാണ്, കഥകൾ മെനയുകയാണ്. എന്നിട്ട് പടച്ചവരെ ആടിന്റെ രക്തമതാ കുഞ്ഞിന്റെ ഉടുപ്പിൽ തേക്കുകയാണ്. ഇതുമായിട്ടവര് കടന്നു വരികയാണ്. എപ്പോഴാണ് കടന്നു വന്നതെന്നറിയോ? വജാഉ അബാഹും ഇശാഅൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയോ, ഇവര് വരുന്നത് പാതിരാത്രിയിലോ. അവര് രാത്രിയിലാണ് വീട്ടിലേക്ക് കയറി വന്നത്. രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? പഠിക്കണേ ചെറുപ്പക്കാരോ, ഉപ്പമാരോട് പറയുന്നു, രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? രാത്രിക്കൊരു പ്രത്യേകതയുണ്ടല്ലോ, രാത്രിക്കൊരു പ്രത്യേകതയുണ്ടല്ലോ. രാത്രിയുടെ പ്രത്യേകത എന്താ? തെറ്റു ചെയ്യാനും മനസ്സുണ്ടാകുന്ന ഒരു സമയമാ. ഏതൊരു മനുഷ്യന്റെയും മനസ്സ് മാറുമടോ. തെറ്റുകൾ ചെയ്യാനും മനസ്സുണ്ടാകുന്ന ഒരു സമയം രാത്രിയിലാണ്. രാത്രിയായ സ്വഭാവം മാറുകയാണ്. പകല് മുഴുവനും മാന്യനാണ്, പകല് മുഴുവനും മാന്യനാണ്. രാത്രിയായി കഴിഞ്ഞ അവന്റെ സ്വഭാവം മാറുകയാ. നിങ്ങൾ നായ കാണാറുണ്ടല്ലോ. അല്ലാഹുവേ, വഴിയോരത്തും കടത്തുണ്ടെങ്കിലും നായ കിടക്കുകയാണ്. പകലതിന്റെ ചാരത്തുകൂടെ കടന്നു പോയാൽ അത് അനങ്ങുക പോലുമില്ല, ശാന്തമായി കിടക്കുകയാണ്. പക്ഷേ രാത്രിയായി കഴിഞ്ഞ ബൈക്കിന്റെ പുറകെ ഓടുകയാ, കാറിന്റെ പുറകെ ഓടുകയാ. ഒരാളെപ്പോലും പടച്ചവനെ നടക്കാൻ സമ്മതിക്കൂല. കയ്യിൽ കിട്ടുന്നത് കടിച്ചു കീറുകയാണ്. രാത്രിയുടെ പ്രത്യേകത അതാണോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ? അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലാ തുർസിലൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, വൈകുന്നേരമായ
മക്കളെ പുറത്തു വിടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. വൈകുന്നേരമായാൽ മഗ്രിബിന്റെ സമയമായാൽ സൂര്യൻ അസ്തമിക്കുന്ന സമയമായ നിങ്ങൾ മക്കളെ പുറത്തു വിടല്ലേ, നിങ്ങൾ മക്കളെ പുറത്തു വിടല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഹദീസിൽ കാണാ പെണ്ണുങ്ങളെയും പുറത്തു വിടാൻ പാടില്ല. എന്നാ 2026 ജീവിക്കുന്ന മുസ്ലിമേ, ഇന്നെല്ലാവരും പകല് ഉറക്കമാടോ. വൈകുന്നേരമായ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാ. അമ്മയും മക്കളും അതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മഗ്രിബിന്റെ സമയമായ പിന്നെ രാത്രി മുഴുവനും കറങ്ങി നടക്കുകയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലടോ. എന്റെ പ്രിയപ്പെട്ടവര്, 18ഉം 20ഉം വയസ്സുള്ള മക്കൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. എവിടെ പോയാലും ഏത് കടയിൽ പോയാലും, ഈ അടുത്ത് മംഗലാപുരത്ത് ഞാനൊരു കടയിൽ ചെല്ലുമ്പോ 2:45 3 മണിയായി സഹോദരാ. പാപ്പാ നീ അറിയണം പാപ്പാ, പടച്ചവനെ 2 മണി കഴിഞ്ഞ് 3 മണി സമയമായി. ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോ 25 വയസ്സിന്റെ താഴെ പ്രായമുള്ളവരല്ലാതെ ഒരാള് പോലുമില്ല. 18ഉം 20ഉം വയസ്സുള്ള ചെറുപ്പക്കാരികളും ആൺകുട്ടികളും പെൺകുട്ടികളും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാ, തമാശ പറയുകയാ. എന്തൊക്കെയാണോ അല്ലാഹുവേ, പ്രായമുള്ള ഒരാളെ പോലും കാണാനില്ല. എല്ലാവരും പർദ്ദയിട്ടവളുണ്ട്, ഹിജാബ് ഇട്ടവളുണ്ട്. അധികവും മുസ്ലിം പെണ്ണുങ്ങളാണോ, മുസ്ലിം ചെറുപ്പക്കാരാണോ? എന്തേ സഹോദരാ, പടച്ചവനെ, മാതാപിതാക്കൾക്ക് മക്കളുടെ വിഷയത്തിൽ ഒരു ഉത്തരവാദിത്തമില്ല, അടിച്ചു വിട്ടിരിക്കുകയാണ്. ഉമ്മയ്ക്ക് ഉറങ്ങിയാ മതിയല്ലോ. രാത്രി 1 മണിക്കും 2 മണിക്കും മകൻ വന്ന് വിളിക്കുമ്പോ ഉറക്കം ശരിയാകുന്നില്ല. ഉമ്മ താക്കോല് കൊടുത്തിരിക്കുകയാ, ഇന്ന സ്ഥലത്തിരിപ്പുണ്ട്, താക്കോല് ഇന്ന സ്ഥലത്തിരിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ എന്നെ വിളിക്കണ്ടടാ മോനെ. ഉമ്മ താക്കോല് കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. നീ തോന്നുമ്പോ വന്ന് കിടന്നുറങ്ങിക്കോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്തെന്നറിയോ? നേരത്തെ ഭക്ഷണം കഴിക്കട്, നേരത്തെ ഉറങ്ങണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഈ പ്രായമുള്ളവര് ചിന്തിച്ചു നോക്കണോ. അല്ലാഹുവേ, 10 മണിയായ വീടിനകത്ത് കയറിയില്ലെങ്കിൽ വല്ലാത്ത പ്രശ്നമാ. ഒന്ന് പുറത്തിറങ്ങുന്നത് റമദാൻ മാസമാകുമ്പോഴോ, അല്ലെങ്കിൽ നബിദിനമോ വഅദോ കടന്നു വരുമ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങി രാത്രി നടക്കാൻ സമയം കിട്ടുന്നത്. പേടിയായിരുന്നടോ, പേടിയായിരുന്നടോ. അല്ലാഹുവേ, ഇന്നങ്ങനെയല്ല, സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. ആവശ്യത്തിന് പണമുണ്ടല്ലോ. മക്കളും ചെറുപ്പക്കാരും ഇങ്ങനെ നടക്കുകയാണ്. മോശമായ കൂട്ടുകെട്ടുകളിൽ പോയി പെടുകയാണ്. ഹിജാബും മയക്കുമരുന്നിന്റെയും അടിമകളാവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, നിങ്ങൾ വൈകുന്നേരമായ കുട്ടികളെ പുറത്തു വിടല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ എന്റെ മാതാപിതാക്കളോട് പറയുകയാണ്, പേടിക്കണം വാപ്പാ. പെൺകുട്ടികളെ വളർത്തുന്നതിനേക്കാളും ഇന്ന് ഭയം ആൺകുട്ടികളുടെ കാര്യത്തിലാണോ? അല്ലാഹുവേ, പേടിയാണോ? എന്നൊന്നും പറയാൻ പറ്റൂല. സ്വന്തം മക്കളെ ഒന്നും പറയാൻ പറ്റാത്ത കാലമാ. സ്വന്തം മകളുടെ കട്ടിലിനടിയിൽ നിന്ന് കാമുകനെ പിടിക്കുന്ന കാലമാണോ? സ്വന്തം മകളുടെ ബെഡ്റൂമിന്റെ കട്ടിലിനടിയിൽ 2 ദിവസം കാമുകൻ കടന്നിട്ട് പോലും പടച്ചവരെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ മക്കളുമായിട്ടുള്ള ബന്ധമൊന്ന് ചിന്തിച്ചു നോക്കണോ. സ്വന്തം കൂടെ പറപ്പാ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്, ഫോൺ വിളിക്കാൻ, പടച്ചവരെ ചാറ്റാനും കറങ്ങാനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് കൂടെ പറപ്പാടോ. എന്തൊരതാപാടോ. തെറ്റ് കണ്ടാ തിരുത്തണം.
ആവശ്യപ്പെടേണ്ടവരല്ലേ? ഇതെന്റെ ഇക്കയല്ലേ, ഇതെന്റെ അനിയത്തിയല്ലേ, ഇതെന്റെ സഹോദരനല്ലേ? അവൻ തെറ്റ് ചെയ്താ തിരുത്തി കൊടുക്കേണ്ട കാലമല്ലേ? പക്ഷേ മറന്നുപോയടോ. എല്ലാം സപ്പോർട്ട് ചെയ്യുകയാണ്, പടച്ചവനെ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. തെറ്റ് ചെയ്യാൻ സഹായം ചെയ്തു കൊടുക്കുന്നത് കൂടപ്പുറപ്പ് തന്നെയാണ്. വല്ലാതെ പേടിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്ന മക്കളുടെ കാലമാണോ? ഫോൺ കൊടുത്തതാ, ഫോൺ കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്. കടക്കാൻ വിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. പടച്ചവരേ, ഞങ്ങളുടെ മക്കളിലൂടെ കണ്ണുനീര് കുടിക്കേണ്ട ഒരു ഗതികേട് വരുത്തല്ലേ അല്ലാ. റഹ്മാനായ അല്ലാ, മരിച്ചു ഖബറിൽ കിടക്കുമ്പോ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്തിനാണെന്നറിയുമല്ലോ? ഖബർസ്ഥാനിന് സ്ഥലം വാങ്ങാനാ സഹോദരാ. മയ്യത്ത് ഖബറടക്കുന്നതിന് വേണ്ടിയാണ്. പള്ളിയുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ലാഭം നിങ്ങൾക്കാണോ? ഒരാളുടെയും 5 നയാ പൈസ അള്ളാൻ ആവശ്യമില്ലടോ. അള്ളാടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകൂ. എന്താണ് പ്രതിഫലമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും അൽഹംദുലില്ലാഹ് അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തോ. അസ്സദഖത്തു റദ്ദുൽ ബലാ, അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപകടങ്ങളെ തട്ടിമാറ്റുകയാണ്, ദുരന്തങ്ങളെ തട്ടിമാറ്റുകയാണ്, മാറാ രോഗങ്ങളെ കരിച്ചു കളയുകയാണ്. ഇന്ന് വഴുതിന് വന്നപ്പോ ഏറ്റവും സങ്കടം എന്തെന്നറിയോ? എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയടോ. വണ്ടിയിൽ വന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ജമാഅത്തിന്റെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഒരു കുഞ്ഞിനെ കാണാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു പൊന്നുമോളെ കാണാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഉസ്താദേ, ഒന്ന് ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വാപ്പ തന്നെ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഉസ്താദേ, കണ്ണിലെ ക്യാൻസറാ, കണ്ണിന് ട്യൂമറാണെന്ന് പറയുകയാണ്. ആ മോൾ എന്നെ ഒന്ന് നോക്കി ചിരിച്ചടോ. അല്ലാഹുവേ, ഉപ്പാടെ തോളിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ കുഞ്ഞു മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ശഅബാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, വരാനിരിക്കുന്ന റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് ആ പൊന്നു കുഞ്ഞിനോട് കരുണ കാണിക്കണേ അല്ലാ. ശിഫ കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരുപാട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ? ഉസ്താദേ, ഏത് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. സങ്കടം പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ, സങ്കടം പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ വാപ്പാ, അമ്മമാരേ, ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മുത്തുനബി പറയുകയാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയോ, അവരുടെ രോഗങ്ങളെ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാ. അവരുടെ രോഗങ്ങളെ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാ. മോനെ, ഡോക്ടറെ കാണണമെങ്കിൽ 300-500 ഫീസാടാ പോരെ. ബക്കറ്റ് നിന്റെ മുമ്പിൽ കടന്നു വരുമ്പോ പടച്ചവനോട് പറയണം, എന്റെ ശരീരത്തിൽ ക്യാൻസറോ ട്യൂമറോ കിഡ്നി രോഗമോ ലിവർ രോഗമോ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ റഹ്മാനായ അല്ലാഹ്, ഈ
ഈ കൊടുക്കുന്ന സദക്കയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ, പനിയാക്കി മാറ്റണേ അല്ലാ. യബ്ദു ബലസറിഞ്ഞുകൊണ്ടൊരു സദക്ക ചെയ്തോ അർഹമുർ റഹീമായ അല്ലാ, മനസ്സു നൽകണേ അല്ലാ, മനസ്സു നൽകണേ അല്ലാ. അതുകൊണ്ട് പടച്ചവന് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക എടുക്കണോ. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുക്കൂ, ഒരിക്കലും നഷ്ടമാകില്ല. ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ, ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ. ഇതുപോലൊരവസരം കിട്ടണമെന്നില്ല, മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്തോ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബക്കറ്റ് കൊണ്ടുപോണ ആരാ? ബക്കറ്റ് കൊണ്ടുപോണ ആളാരാ? ബക്കറ്റ് കൊണ്ടുപോണ ചങ്ങായിമാരാരാ? ഇവര് വലിയ ഗൂഢാലോചന നടത്തും. ഒന്ന് വിളിക്കറോ? ആരും വരണ്ടപ്പ നോക്കാന്. ബക്കറ്റ് കൊണ്ടുപോകുന്നവർക്ക് വേണ്ട ഒന്നാമത്തെ ഗുണം നാണം പാടില്ല. നിന്റെ പെങ്ങളെ കെട്ടിക്കാനാണോ പോന്നെ? അല്ല. ഈ ബക്കറ്റ് കൊണ്ടുപോകുന്ന മനുഷ്യന് സ്വർഗം കിട്ടും. സമാധാനത്തിൽ എല്ലാവരുടെ മുമ്പിൽ പോയി നിന്ന് മേടിച്ചോ. ഈ ബക്കറ്റ് പിരിവ് കാരണം നിങ്ങൾ സ്വർഗത്തിൽ പോകും. അല്ലാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ഒരു ധൃതിയും വേണ്ട, ധൈര്യമായിട്ട് പൊക്കോളി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എല്ലാവരും അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം അതിനകത്തിട്ടോ, മനസ്സിൽ നിയ്യത്ത് കരുതിക്കോ. അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ നിൽക്കണ സഹോദരങ്ങൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. കസേര ഒഴിവുണ്ടെങ്കിൽ ഒന്ന് ഒഴിഞ്ഞ കസേര കിടക്കുന്നുണ്ട് മക്കളെ. സംഘാടകർ ആ ഒഴിഞ്ഞ കസേര കുട്ടികൾക്ക് എടുത്തിട്ടുകൂടി ഇൻഷാ അല്ലാഹ്. അവരങ്ങോട്ട് കയറി ഇരുന്നില്ലെങ്കിലും ആ ഒഴിവുള്ള കസേര ഒന്നെടുത്ത് പുറത്തിട്ടാൽ മതി. സംഘാടകരെടുത്ത മക്കൾ കൊണ്ടു കൊടുക്കും. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയാ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. യാക്കൂബ് നബിയുടെ മക്കള് കൊണ്ടുപോയി തന്റെ കൂടപ്പറപ്പിനെ കൊല്ലാൻ നോക്കി. ആ കസേര ഒന്ന് പറക്കി വിട്ടെ, ഒന്നെടുത്തപ്പോ സംഘാടകരൊന്നെടുത്ത് ആ കസേര ഒന്ന് അങ്ങോട്ട് വിട്ടെ ഇൻഷാ അല്ലാഹ്. ഒഴിവുള്ള കസേര, കാല് വെക്കണ്ട. ചിലര് കാല് വെച്ചിട്ടുണ്ട്, അതങ്ങ് വിട്ടേരപ്പ. എത്രയോ പേര് നിൽക്കുകയല്ലേ. കരുണ കാണിക്ക്. റഹമു മിൻ ഫിൽ അർളി റഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്ക്. അല്ലാഹു നമ്മളോട് കരുണ കാണിക്കും. അല്ലാഹു നമ്മളോട് കരുണ കാണിക്കുമാറാകട്ടെ. ആ കസേര ഒന്ന് പറക്കി കൊടുത്തേപ്പ. സംഘാടകരെന്തേപ്പ ആ കസേര ഒന്ന് പറക്കി കൊടുത്തേരും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഒഴിവുള്ള കസേര ഒന്ന് പറക്കി പുറകെ നിൽക്കണ ചങ്ങായിമാരെ ഓരോന്നെടുത്തോടെ മക്കളെ. ഈ കസേര അങ്ങ് പുറകിലോട്ട് കൊടുത്ത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. യാക്കൂബ് നബിയുടെ മക്കൾ യൂസുഫ് എന്ന് പറയുന്ന കൂടപ്പറപ്പിനെ കിണറ്റിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. ഇവിടെ വാപ്പാന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, വാപ്പാ യൂസുഫിനെ കാണാനില്ല വാപ്പാ. ചെന്നായ പിടിച്ചു കൊണ്ടുപോയി. ആകെ കിട്ടിയത് ഈ ഉടുപ്പ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യാക്കൂബ് നബിക്ക് അറിയാം തന്റെ മകൻ മരിച്ചില്ല എന്ന്. യാക്കൂബ് നബിയുടെ മുമ്പില് മക്കള് വന്നിട്ട് പറഞ്ഞു, യൂസുഫിനെ കാണാനില്ല. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെച്ച സ്ഥലത്ത് കാവലിരുത്തിയത് ഓനെ കാണാനില്ല, ചെന്നായ പിടിച്ചുകൊണ്ട് പോയി. ആകെ ഉള്ളത് ഈ തുണി മാത്രമേ ഉള്ളൂ. യാക്കൂബ് നബിയുടെ മുമ്പിൽ യൂസുഫിന്റെ കമീസ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തപ്പോ യാക്കൂബ് നബി പറഞ്ഞൊരു മറുപടി ഉണ്ട്. യാക്കൂബ് നബി പറഞ്ഞ മറുപടി, ചെന്നായ നല്ല ബുദ്ധിയുള്ള ചെന്നായിയാണെന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം.
ചെന്നായക്ക് നല്ല ബുദ്ധിയാ. യാക്കൂബ് നബി പറഞ്ഞ മറുപടി ചെന്നായിക്ക് നല്ല ബുദ്ധിയാണെന്ന്. കാരണം എന്തേ? ബഡൻസ് ഒന്നും പോയിട്ടില്ല. അൽഹംദുലില്ലാഹ്. വാപ്പ പറയാ ബഡൻസ് ഒന്നും പോയിട്ടില്ല. അപ്പൊ നല്ല ബഡൻസ് പോലും പൊട്ടിക്കാതെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകാൻ കഴിവുള്ള നല്ല ബുദ്ധിയുള്ള ചെന്നായ എന്റെ യൂസുഫിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ കമീസിലെ ഒറ്റ ബഡൻസ് പോലും പൊട്ടിയിട്ടില്ലായിരുന്നു. കാരണം ഇത് ഊരിയെടുത്തിട്ട് അത് എള്ളിട്ടെ. യാക്കൂബ് നബിക്ക് മനസ്സിലായിരുന്നു. അപ്പൊ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. തന്റെ മക്കളോട് ശത്രുതയൊന്നുമില്ല. വല്ലാത്ത വരൾച്ചയായി, വല്ലാത്ത പ്രയാസമായി നാട് മുഴുവനും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പടച്ചവനെ ഒരു രാജാവിനെ കുറിച്ച് കേൾക്കുന്നത്. നല്ല ഒരു രാജാവ്, എല്ലാവരെയും സഹായിക്കുന്ന ഒരു ഭരണാധികാരി. ഈജിപ്തിലെ ഭരണാധികാരിയെ കുറിച്ച് അറിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പ എപ്പോഴും ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് മക്കളോട് പറയും, പോയിട്ട് യൂസുഫ് ഉണ്ടോ എന്ന് തിരയാൻ. ഈ കൊല്ലാൻ കൊണ്ടുപോയി ഇട്ട മക്കളോട് അവരുടെ തെരഞ്ഞെടുക്കാൻ. അപ്പൊ പറഞ്ഞു, രാജാവിന്റെ കൊട്ടാരത്തിൽ എല്ലാരും വരുമല്ലോ, നിങ്ങൾ എല്ലാരും അവിടെ പോയി യൂസുഫിനെ തിരയണം, രാജാവിനെ കാണണം, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു മേടിച്ചുകൊണ്ട് വരണം. അങ്ങനെ വാപ്പ തന്റെ മക്കളെ പറഞ്ഞു വിടുകയാ. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ പറഞ്ഞു വിടുകയാണ്. ആ പറഞ്ഞു വിടുന്ന സമയത്ത് വാപ്പ കൊടുത്ത ഉപദേശം അറിയണേ ഉപ്പമാരേ, ഉമ്മമാര് നല്ലതുപോലെ കേൾക്കണേ, ഉമ്മമാര് നല്ലതുപോലെ കേൾക്കണേ. പടച്ചവനെ, വാപ്പയതാ തന്റെ പൊന്നാര മക്കളെ പറഞ്ഞു വിടുകയാണ്. ആ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ വാപ്പ കൊടുക്കുന്ന ഉപദേശം എന്താ? വഖാല യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരികാ. വാപ്പ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. വാപ്പ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, മക്കളെ, രാജകൊട്ടാരത്തിലേക്ക് കടന്നു പോകുമ്പോ നിങ്ങൾ എല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ കേറാൻ പാടില്ല. നിങ്ങൾ ഒരേ വാതിലിലൂടെ കടന്നു പോകാൻ പാടില്ല. എല്ലാവരും പല പല വാതിലിലൂടെ കേറി പോകണേ. ഒരു വാപ്പ കൊടുക്കുന്ന ഉപദേശമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? പടച്ചവനെ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾക്ക് മുഴുവനും വല്ലാത്ത ഗ്ലാമറാ. യൂസുഫ് നബിയുടെ ഗ്ലാമർ അറിയുമല്ലോ. പടച്ചവനെ, സുലൈഖയുടെ കൊട്ടാരത്തിലൂടെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോയപ്പോ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടിട്ട് കയ്യിലിരുന്ന കത്തി കൊണ്ട് ആപ്പിളിന് പകരം കൈവിരൽ പോലും മുറിച്ചു എന്ന ചരിത്രം പറയുന്ന യൂസുഫ് നബിയുടെ ഗ്ലാമർ ചിന്തിക്കടാ ചെറുപ്പക്കാരാ. സ്വർഗത്തിൽ അല്ലാഹു എല്ലാവർക്കും കൊടുക്കുന്നത് യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ്. പടച്ചവരെ, അല്ലാഹുവേ, യൂസുഫ് നബിയുടെ കൂടപ്പിറപ്പുകൾ യാക്കൂബ് നബിയുടെ മക്കളെ കാണാൻ വല്ലാത്ത ഭംഗിയാണ്. പടച്ചവരെ, 10 എണ്ണം ഇങ്ങനെ നിരന്നു പോയാൽ ഒരു വാപ്പാടെ 10 മക്കൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഒരു വാതിലിലൂടെ കേറിപ്പോയാ എല്ലാവരും നോക്കുമല്ലോ, എല്ലാവരും നോക്കുമല്ലോ. തന്റെ മക്കൾക്ക് കണ്ണ് കിട്ടുമല്ലോ. പടച്ചവനെ, യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടുന്ന് മഖാഫത്തു ഇസ്മാഇൽ തന്റെ മക്കൾക്ക് കണ്ണ് തട്ടുന്നതിന് ഭയപ്പെട്ടിരുന്നു. തന്റെ മക്കൾക്ക് കണ്ണ് തട്ടുന്നതിന് ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ പല പല വാതിലിലൂടെ വേണം കയറി പോകാൻ, ഒരുമിച്ച് പോകാൻ പാടില്ല. ഈ വാലകൾ കാമന്നിരിക്കുന്ന പ്രിയപ്പെട്ട വാപ്പയോട്, പ്രിയപ്പെട്ട ഉമ്മയോട് പലർക്കും വിശ്വാസമില്ലടോ, പലർക്കും ഇന്ന് വിശ്വാസമില്ലടോ. ഇതൊക്കെ ചുമ്മാതെയാണെന്ന് പറയുന്നവരുണ്ടല്ലോ. എന്നാ അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്, കണ്ണേറ് സത്യമാണ്. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ കബറിലെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാക്കൂബ് നബിയുടെ മക്കളെ കാണാൻ നല്ല ഗ്ലാമറാ. 10 എണ്ണം ഒരു വാതിലൂടെ ഇങ്ങനെ നിരന്ന് കേറിപ്പോയാ ആരായാലും ഒന്ന് നോക്കും, ആരായാലും ഒന്ന് നോക്കും. അതുകൊണ്ട് തന്റെ മക്കൾക്ക് കണ്ണ് തട്ടാതിരിക്കാൻ മക്കളെ വേറെ വേറെ വാതിലിലൂടെ വേണം കേറിപ്പോകാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം. കണ്ണേറെന്ന് പറയുന്നത് സത്യമാ. നാവ് കണ്ണ് സൂക്ഷിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, സ്വന്തം മുഖം ഇന്ന് വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഇത്തിരി തടി വെച്ചോ, ഇത്തിരി വെളുത്തോ, ഇത്തിരി ഗ്ലാമർ കൂടിയോ, അല്ല നീ തന്നെ പറഞ്ഞേക്കരുത്.
കണ്ണാടി നോക്കിയിട്ട് നമ്മൾ തന്നെ പോയിട്ട് പറയരുത് നമുക്ക് ഗ്ലാമർ ഉണ്ടെന്ന്. കാരണം നമ്മുടെ നാവ് എങ്ങനത്തെയാണെന്ന് നമുക്കറിയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. നമ്മുടെ നാവ് എങ്ങനത്തെ? ചിലര് നിന്ന നിപ്പിന് പടച്ചവനെ നിക്കണം മരം താഴെ വീഴും. അതാ ഒരു വാക്ക് പറഞ്ഞാൽ മതി. കണ്ണെന്ന് പറയുന്നത് സിഹിറിനെക്കാളും വലുതാടോ കണ്ണീർ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ ഇതിൽ പലർക്കും വിശ്വാസമില്ല. ഈ കണ്ണെന്ന് പറയുന്നത് 3 രീതിയില. അൽ ഐനു, നിബിധങ്ങൾ പറയുന്നുണ്ടല്ലോ, ഹദീസിൽ കാണാം അൽ ഐനു സലാസ്, 3 രീതിയിലാണ് കണ്ണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 3 രീതിയിലാണ് കണ്ണുകൾ ഉള്ളത്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ ഇപ്പൊ ഊട്ടിയിലാ ഉള്ളത്. സ്റ്റാറ്റസ് ഇട്ടേക്കാം, ഞാൻ പുതിയ വണ്ടി എടുത്തുക, എന്നെ ഇപ്പൊ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുത്തൻ. എടാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ വഴുതു പറഞ്ഞപ്പോ ഇപ്പൊ എല്ലാവർക്കും യൂട്യൂബിലുള്ള അധികം പേർക്ക് എന്നോട് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. കാരണം നമുക്ക് ഇവിടെ നിന്ന് കിട്ടാൻ പറ്റുമോ? എടാ എനിക്ക് ഫേസ്ബുക്കും ഇല്ല, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാമും ഇല്ല, ഒന്നുമില്ല. എന്റെ കൂടെ നടക്കുന്ന മക്കളെ ഇതൊക്കെ നോക്കണേ. എനിക്കിതൊന്നും എന്നോട് തന്നെ. നമ്മളിപ്പോ എവിടെയെങ്കിലും പഴുതിന് പോകുമ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടു എന്ന് പറഞ്ഞാൽ, റീൽ ഇട്ടു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നിലയില്ല. ഫോട്ടോ കുഴപ്പമൊന്നുമില്ല. നമ്മളെ കുറ്റം പറയുമ്പോൾ അവന് പ്രയോജനമുണ്ട്. ഇപ്പൊ എനിക്ക് സുഖമില്ല എന്ന് കേട്ടപ്പോ എനിക്ക് വേണ്ടി വെള്ളിയാഴ്ച പിരിവ് നടത്തിയ സഹോദരങ്ങളും ഉണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച പള്ളിയിൽ എനിക്ക് വേണ്ടി പിരിവ് നടന്നു. സിർസാജുദ്ദീൻ ഖാസിമിയുടെ ചികിത്സാ ഫണ്ടിലേക്ക് അവൻ വീട്ടിൽ കൊണ്ടുപോയി ഫണ്ട് ഉണ്ടാക്കി. അൽഹംദുലില്ലാഹ്, രക്ഷപ്പെടട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. എന്നെ കൊണ്ട് അവനെങ്കിലും ഉപകാരം ഉണ്ടായല്ലോ. ഞാൻ ചിന്തിക്കുന്ന അങ്ങനെ. എനിക്ക് വേണ്ടി ദുആ ചെയ്ത ഒരുപാട് പേരുണ്ട്. എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് എഴുതിയിട്ടവരുണ്ട്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരിച്ചു എന്ന് പറഞ്ഞവരുണ്ട്. കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഒരു ദിവസം മരിക്കും. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അതിലൊന്നും കാര്യമില്ല. ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ളത് പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, എടോ ഇതെങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. 3 രീതിയിലുള്ള കണ്ണുകളുണ്ട്. 1 ഐനുൻ ഹാസിദ്, അസൂയയുടെ കണ്ണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസൂയയുടെ കണ്ണെന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഒരാൾക്ക് നൽകിയ നിഅമത്ത്. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹു ഒരാൾക്ക് ഇത്തിരി സമ്പത്ത് നൽകി, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രസിഡന്റോ സെക്രട്ടറിയോ, ഇവർക്ക് വേണ്ട, അവരെ പറയേണ്ടപ്പോ ഇനി എന്തെങ്കിലും അഭിപ്രായം. അള്ളാഹു ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു നിഅമത്ത് നൽകി, അള്ളാഹുവേ പടച്ചോനെ എനിക്ക് അതുപോലെ തരണേ അള്ളാഹ്. കിട്ടി, എനിക്ക് സമ്പത്ത് കിട്ടിയ പടച്ചോനെ പള്ളിക്ക് കൊടുക്കാം, പാവങ്ങൾക്ക് കൊടുക്കാം, രോഗികൾക്ക് കൊടുക്കാം, കോളേജുകൾക്ക് കൊടുക്കാം. ഇത് നല്ല നിയ്യത്ത്. ഇതങ്ങനല്ല. പടച്ചോനെ അത് പോയി കിട്ടണേ അള്ളാഹ്. ഇതാ ചിന്ത. അള്ളാഹു ഒരാൾക്ക് കൊടുത്ത നിഅമത്ത് നീങ്ങണം. അവൻ എത്തിയങ്കാനലാകണം. അത്ര ഉള്ളവരൊന്നുമില്ല. ഒരു സന്തോഷം എങ്ങനെയെങ്കിലും ഒന്നായ മനസ്സിലൊക്കെ എങ്ങനെയുണ്ടടാ, എങ്ങനെയുണ്ട്? ഓഹ് ഒന്നുമില്ലടാ, ആകെ ബുദ്ധിമുട്ട്, കച്ചവടം ഇല്ല, പ്രയാസം. ഇപ്പൊ മനസ്സിൽ നിനക്ക് അങ്ങനെ തന്നെ വേണം. ഇതാ ചിന്ത. അസൂയയുടെ കണ്ണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കണ്ണെന്താ? അൽ ഉയൂനു സലാസ്. കണ്ണ് 3 രീതിയിലാണ്. ഒന്നാമത്തെ കണ്ണ് അൽ ഐനുൽ ഹാസിദ്, നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ണ്. അല്ലാഹു നൽകിയ നിഅമത്ത് നഷ്ടപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താ? വമിൻ ശർരി ഹാസിദിൻ നിദാ ഹസദ്. ഈ ആയത്ത് പഠിച്ചു വെച്ചോ. ആ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഈ ആയത്ത് പാരായണം ചെയ്തോ. വമിൻ ശർരി ഹാസിദിൻ നിദാ ഹസദ്. ഈ ആയത്ത് പറഞ്ഞാൽ അങ്ങനെയുള്ള കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാ. രണ്ടാമത്തെ കണ്ണേതെന്നറിയുമോ? ഐനുൻ മുഅ്ജിബാ. ഐനുൻ മുഅ്ജിബാ, അത്ഭുതത്തിന്റെ കണ്ണ. രണ്ടാമത്തെ കണ്ണ് അത്ഭുതത്തിന്റെ കണ്ണ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടേപ്പാ, കാലുവേന നാമതേ നടുവിന് വയ്യടോ. ഇരുന്നോട്ടെ, കുഴപ്പമില്ലല്ലോ.
ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കണ്ണ് അത്ഭുതത്തിന്റെ കണ്ണ്. എന്തൊരു വീടാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, എന്തൊരു വീടാ. ചിലര് പറയാറുണ്ട് എന്തൊരു ഗ്ലാമറാടാ ചങ്ങാതിക്ക്, എന്നാ ബോഡിയാടാ, ഒറ്റ പറച്ചിലേ കാണത്തുള്ളൂ മക്കളെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ? വിശ്വാസം വരുന്നില്ലേ? ഞാൻ ചരിത്രം പറഞ്ഞുതരാം. എന്താ നബീലക്ക ഉണ്ടായിരിക്കണം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചരിത്രം പറഞ്ഞു തരാം. ആ കണ്ണിനകത്ത് വേറെ ഒന്നുമില്ല, ചുമ്മാതെ പറയുന്നയാ. ചില ചുമ്മാതെ പറഞ്ഞത് അവൻ നശിച്ചു പോകണമെന്നോ നഷ്ടപ്പെട്ടു പോകണമെന്നോ മരിച്ചു പോകണമെന്നോ കരുതിയിട്ട് പറയുന്നല്ല. ചുമ്മാതെ പണ്ട് ചില ഉമ്മമാര് പറയും, എന്തുകൊണ്ട് ആ ഉമ്മ വരുന്നുണ്ട് കുഞ്ഞിനകത്ത് കയറ്റിക്കോളാൻ. ചില ഉമ്മമാര് ഒരാൾ വരുമ്പോ പറയും കുഞ്ഞിനകത്ത് കയറ്റിക്കോളാൻ. കാരണം എന്താ? കാണാൻ നല്ല രസമുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, പിറ്റേ ദിവസം രോഗമായിരിക്കും. അതുകൊണ്ട് ചിലരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നിടോ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കത്ത് നിന്ന് മദീനയിലേക്ക് പോവാ. അപ്പൊ ജുഹുഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നപ്പോ നബിതങ്ങളും സ്വഹാബത്തും ക്ഷീണം കാരണം റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോ മഹാനായ സഹൽ റളിയല്ലാഹു തആല, ചെറുപ്പക്കാരനായ സഹാബിയാണ് സഹൽ തങ്ങള്. നല്ല സിക്സ് പാക്കാ, നല്ല ബോഡിയൊക്കെ ഉണ്ട്. അപ്പൊ സഹൽ റളിയല്ലാഹു തആല അൻഹു ഇട്ടിരുന്ന കമീസ് അങ്ങ് ഊരി. ഇട്ടിരുന്ന കമീസ് ഊരി. ഈ ഊരിയപ്പോ ഈ ബോഡി അങ്ങോട്ട് കണ്ടപ്പോ മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. ആ ശരീരം ഇങ്ങനെ കണ്ടപ്പോ, ആ ഗ്ലാമറും ആ ശരീരമൊക്കെ കണ്ടപ്പോ മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വല്ലാഹി, മഹാനവറുകൾ പറയാ, ആമിർ തങ്ങൾ പറയുന്നു, വല്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇങ്ങനെ ഒരു ശരീരം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ. മഹാനായ ആമിർ റളിയല്ലാഹു തആല പറയുന്നു, വല്ലാഹി സത്യം, ഇങ്ങനെ ഒരു ശരീരം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു ശരീരം അല്ലാഹ്, ഇത്ര പറഞ്ഞതേ ഉള്ളൂ. ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ വീണു ആമിർ തങ്ങൾ. മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു ബോധം കെട്ട് താഴെ വീണു, നിന്ന നിപ്പിന് വീണു. സഹാബത്ത് പേടിച്ചു വിറച്ചുകൊണ്ട് ആ സഹാബിയെ എടുത്തുകൊണ്ടില്ല ഹദ്റത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി. എന്തു പറ്റി സഹാബ? നിന്ന നിപ്പിന് വീണ് നബിയെ, നിന്ന നിപ്പിന് വീണ് നബിയെ. എന്താ സംഭവം എന്നറിയില്ല. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ തോന്നണേ? വല്ല സംശയം വല്ലതും ഉണ്ടോ? എന്താന്നറിയില്ലല്ലോ, നിങ്ങൾ എന്താ വിചാരിക്കണേ? ആ സമയത്ത് സഹാബത്ത് പറഞ്ഞു, നബിയെ, ആമിർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. നബിയെ, ആമിർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. നബിതങ്ങളുടെ മുഖം ചുമന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? 10ാം ക്ലാസ്സിൽ A+ വാങ്ങുമ്പോ സ്വന്തം മകളുടെ ഫോട്ടോ എടുത്ത് ഫ്ലെക്സ് വെക്കുന്ന ഉമ്മമാരെ, പടച്ചവനെ, എന്റെ മകൾക്ക് മുഴുവനും A+ ആണ്. പോസ്റ്റിന്റെ മുകളിൽ ഫോട്ടോ പൊട്ടിച്ചിരിക്കുകയാണ്. നാട്ടുകാരോട് മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, തന്റെ മകൾക്ക് A+ കിട്ടി, നല്ല കാര്യമാണ്, അൽഹംദുലില്ലാഹ്, നീ സമ്മാനം കൊടുക്ക്, നീ ആദരിക്ക്, നീ ബഹുമാനിക്ക്. എന്തിനാ ഉമ്മ സ്റ്റാറ്റസ് ഇടുന്നത്, നാട്ടുകാരോട് പറയുന്നത്? പടച്ചവനെ, സഹൽ റളിയല്ലാഹു തആല അൻഹു താഴെ വീഴുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തേ ചിന്തിക്കുന്നത്? യാ റസൂലല്ലാഹ്, സഹലി ഇങ്ങനെ ഒരു ആമിർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആമിറേ, നീ നിന്റെ കൂടപ്പറപ്പിനെ കൊല്ലാൻ നോക്കുകയാണോ ആമിറേ? നബി തങ്ങളുടെ ചോദ്യമാണോ? അതുകൊണ്ടാണ് പറഞ്ഞത്, അൽ ഐനുൽ മുഅ്ജിബ, അത്ഭുതത്തിന്റെ കണ്ണാ, അത്ഭുതത്തിന്റെ കണ്ണാ. എല്ലാം എല്ലാവരോടും പറയരുത്, എല്ലാം എല്ലാവരെയും അറിയിക്കരുത്, ചിലതൊക്കെ മറച്ചു വെക്കണം സഹോദര. അതുകൊണ്ടാണ് സുഖമാണോ എന്ന് ചോദിക്കുമ്പോ അൽഹംദുലില്ലാഹ് പറയാൻ പറഞ്ഞത്. കച്ചവടമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പറഞ്ഞത്. ജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പഠിപ്പിച്ചത്. 1500 കൊല്ലം മുമ്പ് നബി തങ്ങൾ മസ്ജിദുൻ നബവിയിലിരിക്കുമ്പോ ഒരു സ്വഹാബി പള്ളിയിലേക്ക് കയറി വന്നു. നബി തങ്ങൾ ചോദിക്കുന്നു, യാ ഫുലാൻ, ഏ ചെറുപ്പക്കാരാ, സുഖമാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ്, സുഖമാണോ? ആ സ്വഹാബിയുടെ മറുപടി, അൽഹംദുലില്ലാഹ് ഖൈർ.
ഖൈർ. സുഖമാണ് നബിയേ, സുഖമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആ മറുപടി കേട്ടപ്പോ അവിടെന്ന് പറഞ്ഞു, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. രണ്ടാമതൊരു സ്വഹാബി കേറി വന്നു. നബി തങ്ങൾ ചോദിച്ചു, മോനെ സുഖമാണോ? ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? ഖൈർ, സുഖമാണ് നബിയേ. നബി തങ്ങൾ ചിരിച്ചു. ഈ സഹാബി ചോദിച്ചു, എനിക്ക് ദുആ ഇല്ലേ നബിയേ? എനിക്ക് ദുആ ഇല്ലേ നബിയേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യമല്ലേ എന്നോട് ചോദിച്ചത്? അദ്ദേഹത്തിന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. എനിക്ക് ബർക്കത്തില്ലേ നബിയേ? നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഇനി പറ, സുഖമാണോ? കേട്ടില്ല, ഉറക്കെ പറ, ഉറക്കെ പറ. സുഖമാണോ? ജീവിതമൊക്കെ റാഹത്താണോ? കച്ചവടമൊക്കെ ഉണ്ടോ? ജോലിയൊക്കെ ഉണ്ടോ? പൈസയൊക്കെ ഉണ്ടോ? ഇനി ഇല്ലാന്ന് പറയരുത്. ഇനി ഞാൻ ചോദിക്കുമ്പോ ഇല്ലാന്ന് പറയരുത്. എല്ലാരും പറഞ്ഞത് പൈസ ഉണ്ടെന്നാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാതെ ഉണ്ടെന്നും പറയണ്ട, ഇല്ലാന്നും പറയണ്ട. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി. ജോലിയുണ്ടോ? അൽഹംദുലില്ലാ. ജീവിത റാഹത്താണോ? അൽഹംദുലില്ലാ. ഇവിടെ ഈ കണ്ണ് പറയുന്ന അത്ഭുതത്തിന്റെ കണ്ണ് നിന്ന നിപ്പിന് വീണു. നബിതങ്ങൾ ചോദിച്ചു, നീ കൊല്ലാൻ നോക്കുവാണോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കണ്ണ് ഐനുൻ ഖാതിൽ, കൊന്നുകളയുന്ന കണ്ണ്. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ കവറിലെത്തിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ, കാറിനകത്ത് ഇങ്ങനെ പോകുമ്പോ പടച്ചവന് ഒരു ചങ്ങാതി ബൈക്കിൽ പായുന്നുണ്ട്. എന്താടാ, ചാവാൻ പോവാണോടാ? 2 മിനിറ്റ് കഴിയുമ്പോ ഓടെ കിടക്കുന്ന റഹ്മാനെ ബൈക്ക്. പറഞ്ഞാ മതിയടോ, പറഞ്ഞാ മതി. ഞാന് ഇന്നലെ ഇവിടെ വഴുത് പറഞ്ഞ ഉസ്താദ് എന്റെ സുഹൃത്താണ്. എന്റെ ഒരു അനുഭവം. എനിക്ക് നിങ്ങളുടെ ഈ ഭാഗത്ത് ഇവിടെ ആയിരുന്നു വഴുത്. എനിക്ക് പിറ്റേ ദിവസം രാവിലെ അത്യാവശ്യം നാട്ടിലെത്തേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ഈ ഉസ്താദിന്റെ വണ്ടി എടുത്തോണ്ടാ ഞാൻ വഴുതിന് വന്നേ. തിരിച്ചു പോകുന്ന സമയത്ത് ധൃതി കാരണം, എനിക്കറിയാം ഈ ജാസൂറിൽ നിന്ന് പോണ വഴിയൊക്കെ ഭയങ്കര വളവല്ലേ. അപ്പൊ ഞാൻ എന്തിനു, ഞാനാ വണ്ടി ഓടിച്ച്. ഈ ഉസ്താദിന്റെ വണ്ടി, ഇയാളൊരു പുതിയ വണ്ടി എടുക്കും, ഏതെങ്കിലും ഉസ്താദ് എടുത്തുകൊണ്ട് പോയിട്ട് ഇടിക്കും. 2 പ്രാവശ്യം അങ്ങനെ വണ്ടി ഇടിച്ചു. അപ്പൊ ഞാൻ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ ഈ ചങ്ങാതി വണ്ടി ഇരുന്നിട്ട് ഒരു ചങ്ങാതി പറഞ്ഞു, ഈ ഉസ്താദിന്റെ വണ്ടി ആരെടുത്തോണ്ട് പോയാലും ഇടിക്കും, സിറാജ് ഉസ്താദെ പതുക്കെ പോകാം. ഇവൻ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ മനസ്സിലൊരു ഭയമായി. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് സ്പീഡ് കുറച്ചു. പക്ഷെ ഒരു വളവ് തിരിഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്ത് പറ്റിയെന്നറിയില്ല. മതിൽ പിടിച്ചുകൊണ്ട് വണ്ടി താഴെ പോയി. ഒരൊറ്റ നിമിഷം, ഒരു നിമിഷം കൊണ്ട് ആർക്കൊന്നും പറ്റിയില്ല. വണ്ടി ഇടിച്ച് താഴെ ഒരു മതിലിടിച്ചങ്ങ് മറിച്ചു. എന്റെ പ്രിയപ്പെട്ട, അന്നേ ഞാൻ പറഞ്ഞു, ഇവന്റെ നാവ്, അതാ ചിലരുടെ വാക്കുകൾ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. ചിലരൊരു വാക്ക് പറഞ്ഞാൽ മതി, നിന്റെ എന്തൊരു വാഴയാ അല്ലാഹ്, എന്തൊരു കൊലയാ അല്ലാഹ്, ആ കൊല കരിഞ്ഞു കൂടും. ഒരൊറ്റ, ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ലേ, എന്റെ അനുഭവം ഞാൻ പറഞ്ഞേ. എന്റെ നാട്ടിൽ ഉദ്ഹിയ്യത്തിന് പള്ളിയിൽ നിന്ന് പോത്തു വാങ്ങാൻ വേണ്ടി ഞാനൊരു അച്ചായന്റെ വീട്ടിൽ പോയി. അച്ചായന്റെ വീട്ടിൽ പോയപ്പോ ഒരു പോത്തിനെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നു. നല്ല ഇങ്ങനെ നിസ്കാരത്തഴം പോലെ, ഈ കാട്ടുപോത്തിനെ പോലെ നല്ല കാണാൻ രസമുണ്ട്. അപ്പൊ ചോദിച്ചു, അച്ഛാ അത് കൊടുക്കത്തില്ല, അത് നിങ്ങളുടെ ഉദ്ഹിയ്യത്തിന് പറ്റിയതല്ല. അച്ചായൻ പറയാ, അത് ഉദ്ഹിയ്യത്തിന് പറ്റിയതല്ല. അപ്പൊ അതിന്റെ വാലും മുറിഞ്ഞു പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയ അച്ചായ? നല്ലൊരു പോത്തല്ലായിരുന്നു, എന്റെ വാല്. പോത്തെന്ന് പറഞ്ഞാൽ അറിയോ? അപ്പൊ അവിടെ ബീഫ് എന്നില്ല, ഇവിടെ നിങ്ങൾക്ക് തിന്നാൻ പറ്റൂലല്ലേ. അപ്പൊ അതിന്റെ വാലറ്റുപോയി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന്? ഒന്നുമില്ല. അയാൾ എന്നെ അച്ഛാന്നാ വിളിച്ചത്, ഉസ്താദിന്ന് വിളിച്ചില്ല. പറഞ്ഞു, ഇങ്ങടെ ഒരാള് കാണാൻ വന്നു, ഒരു കച്ചവടക്കാരൻ പോത്ത് നോക്കാൻ വന്നു. ഇങ്ങനെ നോക്കി, വില പറഞ്ഞു, പക്ഷെ വില ശരിയായില്ല. അപ്പൊ അവസാനം പോകുമ്പോ പറഞ്ഞു, അച്ചായ വല്ലാത്ത വാലാന്ന് കേട്ടോ, നല്ല രസമുണ്ടെന്ന്. പിറ്റേ ദിവസം അതിങ്ങനെ ഇട്ട് അടിച്ചപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. പിന്നെ കാക്ക വന്ന് കൊത്തി അത് അറ്റുപോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരൊറ്റ വാക്ക്. ഇതാ പറഞ്ഞ, ഇതൊന്നും നിസ്സാരമല്ല. കളിയാക്കുന്നവനെ പുറത്തുനിന്ന് കളിയാക്കാനേ പറ്റൂ, അവന്റെ വീട്ടിൽ വരുമ്പോഴേ ഇതറിയൂ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അത് കണ്ണീർ എന്ന് പറയുന്നത്, എടാ നിന്റെ മക്കൾ A+ വാങ്ങിച്ച നല്ല കാര്യം, അൽഹംദുലില്ലാ. നീ എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും മേടിച്ചുകൂട്, അല്ല പള്ളിയിൽ കൊണ്ടുവന്ന് ആദരിക്കുക, അതൊക്കെ നല്ല കാര്യം. പക്ഷെ അത് നാട്ടുകാരോട് പറഞ്ഞു ഫ്ലക്സും വെച്ച് നടക്കുമ്പോ ഇപ്പൊ എങ്ങനെയുണ്ട്? A+ മേടിച്ച മകൾക്ക് ഇപ്പൊ പഠിക്കാനിരിക്കുമ്പോ തലവേദന ഉസ്താദ്. ഈ അടുത്ത് എന്നോട് പറഞ്ഞു ഒരാള്, ഈ അടുത്തും പറഞ്ഞ ഈ വാളിന്റെ താഴെ കമന്റ്സ് കണ്ടു.
ഈ അടുത്ത് ഞാനിട്ട ഒരു വയല്, ആ വയലിന്റെ താഴെ കമന്റ്സ് കണ്ടപ്പോ ഒരു വാപ്പ എഴുതിയിട്ടുണ്ട്, ഉസ്താദ് നിങ്ങൾ പറഞ്ഞ സത്യവാ, A+ വാങ്ങിച്ച മകൾക്ക് ഇപ്പം പഠിക്കാനിരിക്കുമ്പോ ഉറക്കം വരികയെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടുന്ന് തന്റെ മക്കളെ വളർത്തിയത് എങ്ങനെയാണെന്ന് പഠിക്കണോ? ഇത് പറഞ്ഞപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഉസ്താദേ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? രക്ഷപ്പെടാനുള്ള വഴിയുണ്ടോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ എന്ന് പറയുന്ന മകളുടെ പൊന്നാര മക്കളാണ് ഹസനും ഹുസൈനും. ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ട് മക്കളും വീടിന്റെ പുറത്തിറങ്ങിയ നബി തങ്ങൾ പറയുമായിരുന്നു, ഫാത്തിമ നബി തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തു, ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തു. ഈ ദുആ തലയിൽ ഊതിയിട്ട് പുറത്തു വിടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പടച്ചവനെ, ഇസ്ഹാഖ് നബി യാക്കൂബ് നബിക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആയാ. ഈ ദുആ മക്കളെ പുറത്തു വിടുമ്പോ സ്കൂളിൽ വിടാറുണ്ടല്ലോ, ട്യൂഷന് വിടാറുണ്ടല്ലോ, കല്യാണ വീടുകളിൽ കൊണ്ടുപോകാറുണ്ടല്ലോ. മക്കളെ പുറത്തു വിടുമ്പോ ഈ ദുആ ഓതിയിട്ട് തലയിലൊന്ന് ഊതണേ, ഈ ദുആ ഓതിയിട്ട് തലയിലൊന്ന് ഊതണേ. ആ മക്കൾക്ക് കണ്ണീർ ബാധിക്കില്ലടോ. അല്ലാഹുവേ, ആ ദുആ പഠിക്കാനുള്ള ഭാഗ്യം തരടേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, വാപ്പ എങ്ങനെയാകണമെന്ന് യാക്കൂബ് നബി അവിടെ നിന്ന് പഠിപ്പിച്ചു തരികയാണ്. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ? ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം. സമയം എന്തായിപ്പോ? 11 മണിയായി. ഞാൻ എത്ര മണി നിർത്താറായില്ല? നിർത്താറാ? മടുത്ത നിങ്ങൾ പറയപ്പോ നിങ്ങളെ വിശക്കുന്നവന് പറയണോ നിർത്തണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കേ. പറയണോന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കടോ. പൈസ ചോദിക്കുമ്പോഴും ഇങ്ങനെ പൊക്കണം കേട്ടോ. ഇന്നിവിടെ നിന്ന് കബറെടുക്കാനുള്ള സ്ഥലം പേടിച്ചിട്ടേ പോത്തുള്ളൂ. എല്ലാരും ഇൻഷാ അല്ലാഹ് വേറൊന്നും വേണ്ട, 6 അടി മണ്ണ് വാങ്ങിച്ചിട്ടോ അവനവന് കിടക്കാനുള്ള ജാഗ വാങ്ങിക്കോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത അഞ്ചാമത്തെ കാര്യം എന്താ? തവക്കൽതു അലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബിയുടെ മക്കള് യൂസുഫിന്റെ വസ്ത്രം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പ ചെന്നായെ പിടിച്ചു, വാപ്പ പോയി വാപ്പ. പക്ഷെ യൂസുഫ് നബി അലൈഹിസ്സലാം മരിച്ചില്ല എന്ന് യാക്കൂബ് നബിക്ക് അറിയാം. കാത്തിരുന്നു, കരഞ്ഞ് 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 കണ്ണുനീര് വന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. 63 കൊല്ലം കരഞ്ഞടോ. 1-2 കൊല്ലമല്ല. തന്റെ മകൻ നഷ്ടപ്പെട്ടു. തിരയാത്ത സ്ഥലമൊന്നുമില്ല. മക്കള് വന്നിട്ട് വാപ്പാനോട് പറയും, ഇതെന്താ വാപ്പ ഇങ്ങനെ? യൂസുഫ് മരിച്ചുപ്പാ, നിങ്ങൾ എന്താ ഇങ്ങനെ? ഇല്ല, വിശ്വസിച്ചില്ല. കാത്തിരുന്നടോ യാക്കൂബ് നബി. അവസാനം ബിന്യാമീൻ എന്ന് പറയുന്ന മകനും നഷ്ടപ്പെട്ടു. അപ്പോഴും ശമിച്ചു കാത്തിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം 12 മക്കളെയും കൊടുത്തു, അധികാരം കൊടുത്തു, അല്ലാഹ് എല്ലാം വാരിക്കൂരി കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മാതാപിതാക്കളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊണ്ടിരിക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ച്. തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിനെ പരമേൽപ്പിക്കണേ ബാപ്പാ, അല്ലാഹുവിനെ പരമേൽപ്പിക്കണേ ബാപ്പാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളിൽ ഒരുത്തൻ കുരുത്തൻ കെട്ടവനാണ്. അവൻ പറഞ്ഞ അനുസരിക്കില്ല, അവന് ദുസ്വഭാവമാണ്. വെറുക്കല്ലേ വാപ്പമാര്, അവന്റെ കാര്യം ഇനി പറയരുതെന്ന് ഭാര്യയോട് പറയരുത്. അവനെ എഴുതി തള്ളരുത്. അവനെയാണ് നീ സൂക്ഷിക്കേണ്ടത്, അവനെയാണ് നീ പരിഗണിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളെ കുറ്റം പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ടല്ലോ. അവര് പറയും, നീ ഒരിക്കലും നന്നാകില്ലടാ എന്ന് ശപിക്കുന്നവരുണ്ട്. സ്വന്തം മക്കളെ പ്രാവുന്നവരുണ്ട്. അല്ലാഹുവേ, നീ കാക്കണേ അല്ലാ. ഉമ്മ അങ്ങനെ പറയല്ലേ ഉമ്മ, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും ഉമ്മ. എന്റെ ഉമ്മയോട് പറയുകയാ, ഉപ്പയോട് പറയുകയാ, നിങ്ങൾ ഒരിക്കലും മക്കളെ ശപിക്കല്ലേ, മക്കളെ പ്രാവല്ലേ.
അല്ലാഹു അത് കേൾക്കും. മക്കൾ അവസാനം നിന്റെ കണ്ണിന്റെ മുമ്പിൽ കിടന്ന് നരകിക്കുന്നത് കാണേണ്ടി വരും പെങ്ങളെ. അതുകൊണ്ട് മക്കളെ തലതിരിഞ്ഞു പോയാൽ അവരെ നന്നാക്കാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ, അവരെ നന്നാക്കാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ. കള്ളു കുടിക്കുന്ന മകൻ നന്നാകണ്ടേ ഉമ്മ, മോനെ മോശമായ സ്വഭാവം നയിക്കുന്ന മക്കൾ നന്നാകാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ തന്റെ പൊന്നാര മകനുണ്ട്, അലി എന്ന് പറയുന്ന ഒരു മകനുണ്ട്. അലി എന്ന് പറയുന്ന മകനാണെങ്കിൽ പറഞ്ഞാൽ അനുസരിക്കാറില്ല, ഒരുപാട് ദുസ്വഭാവങ്ങളാണ്, ഇബാദത്തുകൾ വളരെ കുറവാണ്. ഫുളൈൽ തങ്ങൾ ഒരുപാട് ഉപദേശിച്ചു നോക്കി, ഒരുപാട് പഠിപ്പിച്ചു നോക്കി, എന്നിട്ടും അവന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല. ഫുളൈൽ തങ്ങൾ എഴുതി തെള്ളിയില്ല. ഫുളൈൽ തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? അലി എന്ന് പറയുന്ന മകന്റെ കൈ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അലി എന്ന് പറയുന്ന പൊന്നുമോന്റെ കൈ പിടിച്ചിട്ട് അതാ നിസ്കാരപ്പായിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ഫുളൈൽ തങ്ങള് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞിട്ട് ഫുളൈൽ തങ്ങളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു. എന്റെ പൊന്നുമോനെ നന്നാക്കാൻ ഞാൻ ഒരുപാട് പരിശ്രമിച്ചു റബ്ബേ, അവനെ ഒരുപാട് പഠിപ്പിച്ചു റബ്ബേ, ഒരുപാട് ഉപദേശിച്ചു നോക്കി റബ്ബേ, അവനെ ഞാൻ തല്ലി നോക്കി റബ്ബേ, എന്റെ അലിയെ നന്നാകുന്നില്ല അല്ലാ, എന്റെ അലിയെ നന്നാകുന്നില്ല അല്ലാ. അതുകൊണ്ട് പടച്ച റബ്ബേ അലിയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ അല്ലാഹ്. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറഞ്ഞ മറുപടിയാണ്, എന്റെ പൊന്നുമോനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു അല്ലാഹ്. തവക്കൽതു അലല്ലാഹ്, എന്റെ മകനെ നീ നന്നാക്കി തരണേ അല്ലാഹ്, എന്റെ മകനെ നീ നന്നാക്കി തരണേ അല്ലാഹ്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പടച്ചവനെ ദുആ ചെയ്യുകയാണ്, അവിടുന്ന് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ അലി എന്ന് പറയുന്ന മകനുണ്ടല്ലോ, വാപ്പ ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ അവന്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ്. അവൻ ദുആ ചെയ്യാൻ പോകുകയാണ്. പടച്ചവനെ അവന് ഖുർആൻ ഓതുകയാ. നിയമങ്ങളൊക്കെ അനുസരിക്കാനുള്ളതാണ്, നിങ്ങൾ ഇരിക്കില്ല ഇൻഷാ അല്ലാഹ്. ഇരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിയമങ്ങൾ എന്ന് പറയുന്ന അനുസരിക്കാനുള്ളതല്ലേ? നിങ്ങൾ എന്താ എങ്ങനെ ഇരിക്കണം? ഇങ്ങോട്ട് നോക്ക്, നിയമം അനുസരിക്കാനുള്ളതല്ലേ? ഇപ്പൊ തന്നെ നമ്മൾ സമയം ഒരുപാട് താമസിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്തിയേക്കാൻ ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പ്രസിഡന്റ് എന്തേപ്പാ? കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ആ പാവ അവര് വന്ന് നിയമം പറഞ്ഞു, നിങ്ങൾ വരട്ടാ നിൽക്കണ്ട, അവളെ അനുസരിക്കാനുള്ളതാണല്ലോ. ഇൻഷാ അല്ലാഹ് സൗണ്ട് ഇത്തിരി കുറച്ച് നോക്ക്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല ദുആ ചെയ്തു. ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ ഈ അലി എന്ന് പറയുന്ന മകൻ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ കേട്ടു. അലി എന്ന് പറയുന്ന മകൻ അവിടെ നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടു. ഖുർആൻ കേട്ടപ്പോ കേൾക്കാൻ ഒരു രസം. ഇങ്ങോട്ട് നോക്കൂ മനുഷ്യന്മാരെ, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അലി എന്ന് പറയുന്ന മകനുണ്ടല്ലോ, അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് കേൾക്കുകയാണ്. കേട്ടപ്പോൾ പടച്ചവനെ അത് മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുകയാണ്. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, സിനിമാ ഗാനങ്ങളൊക്കെ മാറ്റിയിട്ട് സമയം കിട്ടുമ്പോ ഒന്ന് ഖുർആൻ കേട്ട് നോക്കണാ മോനെ. ഒരല്പനേരം ക്ഷമയോടുകൂടി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്ന് കേട്ട് നോക്കൂ. റബ്ബേ
എന്തൊരു ലഹരിയാണെന്നറിയോ, എന്തൊരു രസമാണെന്നറിയോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ മനസ്സിനൊരു ആനന്ദമാണ്, മനസ്സിനൊരു സമാധാനമാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ അലി എന്ന് പറയുന്ന മകനുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് കേൾക്കാൻ തുടങ്ങി. പിന്നെ ഖുർആൻ കേൾക്കാതെ പറ്റൂല, എപ്പോഴും ഖുർആനായി, എപ്പോഴും ഖുർആനായി, ഖുർആനുമായി വല്ലാത്ത ബന്ധമായി. പഠിച്ചവനെ അവസാനം ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ അലി എന്ന് പറയുന്ന മകനുണ്ടല്ലോ ഖുർആനിന്റെ ആളായി മാറി. അവിടുന്ന് ഖുർആൻ ഊതുമ്പോ പറവകൾ പോലും ഖുർആൻ ഊതുന്നത് കേൾക്കാൻ കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവസാനം അലി മരണപ്പെടുന്നത് ഖുർആൻ ഊതിയിട്ടാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഊതിയിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞതെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എന്റെ ഉപ്പമാരോട് പറയുകയാണ്, നന്നാകാൻ വേണ്ടി ദുആ ചെയ്യുമ്മ, മക്കളെ പടച്ചവനെ ഏൽപ്പിക്ക്. അല്ലാഹുവോട് പറയണം, തവക്കൽതു അലല്ലാഹ്, എന്റെ മോനെ നന്നാക്കണം തമ്പുരാന്, എന്റെ മോളെ നന്നാക്കണം തമ്പുരാന്, ദുസ്വഭാവങ്ങളൊക്കെ മാറ്റിത്തരണം തമ്പുരാന്. പടച്ചവനോട് പറഞ്ഞാ നന്നാക്കി തരും ബാപ്പാ. എന്റെ ഉപ്പമാരോട് പറയുകയാ, നമ്മളിൽ പലർക്കും വിശ്വാസമില്ലടോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങൾ ഒരിക്കൽ കമ്പോളത്തിലൂടെ കടന്നു പോകുമ്പോ, അതാ കച്ചവടം നടക്കുന്ന കമ്പോളത്തിലൂടെ ഉമർ തങ്ങൾ കടന്നു പോകുമ്പോ ഒരു വാപ്പയെയും മകനെയും കാണുകയാണ്. രണ്ടുപേരെയും വരച്ചു വെച്ചതുപോലെ വാപ്പയും മകനും ഒരുപോലെ ഇരിക്കുകയാണ്. കാക്കയെയും കാക്കയുടെ കുഞ്ഞിനെ പോലെ രണ്ടുപേരും ഒന്നുപോലെ ഇരിക്കുന്നു. എവിടെ പോയാലും ഒരുമിച്ചാണ് നടക്കുന്നത്, വാപ്പയും മകനും ഒരുമിച്ചാണ് എവിടെയും പോകുന്നത്. ഈ സ്നേഹം കണ്ടപ്പോ ഉമർ തങ്ങളെ ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഉമർ തങ്ങളെ ഇവനെ എങ്ങനെ കിട്ടിയതാണെന്നറിയോ? ഈ മോനെ എനിക്ക് എങ്ങനെ കിട്ടിയതാണെന്നറിയോ? ഉമർ തങ്ങളോട് കരഞ്ഞുകൊണ്ട് ആ വാപ്പ ഒരു കഥ പറയുകയാണ്. എന്താണ് പറഞ്ഞു കൊടുത്തതെന്നറിയോ? ഉമർ തങ്ങളെ, ഞാൻ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു, എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. പടച്ചവനെ, യുദ്ധത്തിന് വേണ്ടി യാത്ര പറഞ്ഞിറങ്ങുമ്പോ ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, അല്ലാ, എന്റെ ഭാര്യ ഗർഭിണിയാണ് റബ്ബേ, ഞാൻ യുദ്ധത്തിന് പോകുകയാണ് പടച്ചവനെ, എന്റെ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിക്കുന്നു തമ്പുരാന്, ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നിന്നെ ഏൽപ്പിക്കുന്നു, തവക്കൽതു അലല്ലാഹ്, ഒരു പോറലുമില്ലാതെ എന്റെ കുഞ്ഞിനെ എനിക്ക് തരണേ അല്ലാ. ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചിട്ട് ആ ഭർത്താവ് പടച്ചവനോട് പറഞ്ഞ വാക്കെന്താണെന്ന് എഴുതി വെച്ചോ, അല്ലാഹുവേ, ഈ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിക്കുന്നു പടച്ചവനെ, ഒരു പോറലുമില്ലാതെ എനിക്ക് തരണേ അല്ലാ. ആ മനുഷ്യൻ യാത്ര പറഞ്ഞു പോവുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവേ, അല്ലാഹുവേ, യാത്ര യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരാ സമയമായപ്പോ അതാ പടച്ചവനെ, ആ മടങ്ങി വരുന്നതിന്റെ അന്ന് ആ മനുഷ്യന്റെ ഭാര്യ മരിക്കുകയാ. അവിടുന്ന് ഭാര്യ മരണപ്പെട്ടു പോയടോ, ഭാര്യ മരണപ്പെട്ടു പോയടോ. ആ പെണ്ണിന്റെ ജനാസ കൊണ്ടുപോയി കബറടക്കുകയാണ്. വൈകുന്നേര സമയത്താണ് കബറടക്കിയത്. കബറടക്കി കഴിഞ്ഞപ്പോ അതാ പള്ളിക്കാട്ടിലൊരു പ്രകാശം കാണുകയാ. പള്ളിപ്പറമ്പിൽ ഒരു പ്രകാശം കാണുകയാ. എല്ലാവരും ഓടുകയാണ്. എവിടെ നിന്നാണ് ഈ പ്രകാശം കാണുന്നത്? പള്ളിക്കാട്ടിലേക്ക് ഓടിപ്പോകുമ്പോ ഒരു ഖബർ പിളർന്നിരിക്കുകയാണ്. ഒരു ഖബർ രണ്ടായി പിളർന്നിരിക്കുകയാണ്. ആ ഖബറിനകത്ത് നിന്നാണ് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. അടയാളമായി പ്രകാശം കാണുന്നു. ചെന്ന് നോക്കുമ്പോ ആ മരിച്ചുപോയ പെണ്ണിന്റെ ഖബറിനകത്ത് ഒരു
ഒരു ചോര കുഞ്ഞു കിടന്ന് കരയുകയാ, ഒരു ചോര പൈതൽ കിടന്ന് കരയുകയാ. ആ ഖബറിനകത്ത് നിന്ന് ആ കുഞ്ഞിനെ എടുത്തടോ. ആ സമയത്താണ് ആ പിതാവിനോട് അശരീരി കേൾക്കുകയാണ്, നീ ഭാര്യയെ ഏൽപ്പിച്ചു, അല്ലാഹുവേ നീ മകനെയാണ് ഏൽപ്പിച്ചത്, ആ മകനെ അല്ലാഹു നിനക്ക് തിരിച്ചു തന്നു. ഇതുപോലെ നീ നിന്റെ ഭാര്യയെയും ഏൽപ്പിച്ചിരുന്നെങ്കിൽ നീ അല്ലാഹുവോട് പറഞ്ഞതെന്താ? എന്റെ മോനെ, എന്റെ ഈ കുഞ്ഞിനെ എനിക്ക് തരണം പടച്ചവന്. നീ നിന്റെ ഭാര്യ കൂടെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അല്ലാഹു തരുമായിരുന്നു എന്ന ശരീരി കേട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സഹോദരാ സഹോദരി, തവക്കൽതു അലല്ലാഹ്. അത് വീടിന്റെ മുമ്പിൽ എഴുതി വെക്കാനുള്ളതല്ല, വണ്ടിക്കകത്തൊട്ടിച്ച് വെക്കാനുള്ളതല്ല. അത് നാവ് കൊണ്ട് പറയേണ്ട ഒരു വാചകമാണ്, അത് നാവ് കൊണ്ട് പറയേണ്ട ഒരു വാചകമാണ്. അതുകൊണ്ട് പടച്ചവനെ ഏൽപ്പിക്ക്, തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിനെ പരമേൽപ്പിക്ക്, അല്ലാഹുവിനെ പരമേൽപ്പിക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ പരിപാടിയുടെ പിന്നിൽ വലിയ ഒരു ആഗ്രഹമുണ്ടോ? എന്താണ് ആഗ്രഹമെന്നറിയോ? പടച്ചവനെ, നിങ്ങളുടെ പള്ളിയിലെ ജനാസകൾ ഖബറടക്കാൻ സ്ഥലമില്ലടോ. കുറച്ചു സ്ഥലം വാങ്ങണം സഹോദരാ, കുറച്ച് സ്ഥലം വാങ്ങണം സഹോദരാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് വല്ലാത്ത ഒരു ഭാഗ്യമാണോ അല്ലാഹു നിങ്ങൾക്ക് തരുന്നത്, വല്ലാത്ത ഒരു ഭാഗ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് പ്രതിഫലമെന്നറിയോ? ദുനിയാവില് പടച്ചവന് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഖബറിനകത്താ, ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഖബറിനകത്താ. എത്രയോ കൊല്ലങ്ങളായി ഖബറിനകത്ത് ജനങ്ങൾ കിടക്കുന്നുണ്ടോ? ഖബർ കുഴിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഖബർ കുഴിക്കുന്ന ഒരു മനുഷ്യര് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു മയ്യത്തിന് ഖബർ കുഴിച്ചു കൊടുത്താ അല്ലാഹു ആ മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? മയ്യത്തിന് വീട് വെച്ച പ്രതിഫലം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു വീട് വെച്ച പ്രതിഫലമാണ്, ഒരു വീട് വെച്ച പ്രതിഫലമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന് വേണ്ടിയാണല്ലോ പടച്ചവനെ, പള്ളികൾ അല്ലാഹുവിൻ്റെതാണല്ലോ, സർവ്വതും പടച്ച റബ്ബിന്റെയാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങളിൽ ആർക്കാ അല്ലാഹു ഒരുപാട് സമ്പത്ത് തന്നവരുണ്ടല്ലോ, ഒരുപാട് നിഅമത്ത് ചെയ്തവരുണ്ടല്ലോ, പക്ഷേ സദഖ കൊടുക്കാൻ എല്ലാവർക്കും കഴിയില്ലടോ, അതിനുള്ള മനസ്സെല്ലാവർക്കും ഉണ്ടാകില്ലടോ. മനസ്സ് കൊടുക്കുന്നവൻ അല്ലാഹുവാണല്ലോ. പലിശക്കാരന്റെ പൈസ അല്ലാഹുവിന് വേണ്ട, പറ്റിച്ചുണ്ടാക്കിയവന്റെ പൈസ അല്ലാഹുവിന് വേണ്ട, ഹറാമായ ഒരു 5 നയാ പൈസ പോലും അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ എത്രയോ പേർക്ക് പടച്ചവൻ ഒരുപാട് അനുഗ്രഹം ചെയ്തിട്ടുണ്ടല്ലോ. വഴുത കേൾക്കുന്ന പെങ്ങള്, വളയും മോതിരവും ഒരുപാട് സ്വർണം നിന്റെ ശരീരത്തിലുണ്ടല്ലോ. ഒരാറടി മണ്ണിന്റെ പൈസ കൊടുക്കുമോ മോളെ? അവസാനം വന്ന് കിടക്കേണ്ടത് ഈ പള്ളിപ്പറമ്പിലല്ലോ. ഇതല്ലാതെ ഒന്നുമില്ലല്ലോ, ഇതന്നല്ലാതെ ഒന്നുമില്ലല്ലോ. ഇത് ജാരിയായ സദക്കയാ വാപ്പാ, ഇത് ജാരിയായ സദക്കയാ വാപ്പാ. നിർബന്ധിച്ച് പിടിച്ചു പറിക്കാനുള്ളതല്ല സദക്ക, അത് റബ്ബ് മനസ്സ് കൊടുക്കുന്നവര് പറയുമടോ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ, ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. ആ പ്രതിഫലം അല്ലാഹു പറയുകയാ, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീൻ
أنفسهم وأموالهم بأن لهم الجنة. അല്ലാഹുവാണ് പ്രതിഫലം പറയുന്നത് ഞാനല്ല. അല്ലാഹുവാണ് പ്രതിഫലം പറയുന്നത് ഞാനല്ല. അല്ലാഹു പറയുന്ന പ്രതിഫലം സ്വർഗ്ഗമാ വാപ്പാ. സ്വർഗ്ഗം തരാമെന്ന് അല്ലാഹു പറയുകയാണ്. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗ്ഗം തരാമെന്ന് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ ഒരാറടി മണ്ണിന്റെ പൈസ കൊടുക്കുവോ വാപ്പാ? ലക്ഷങ്ങൾ വേണ്ട വാപ്പാ, ലക്ഷങ്ങൾ വേണ്ട വാപ്പാ. നിന്റെ ഉപ്പ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, നിന്റെ ഉമ്മ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, നിന്റെ കൂടെ പിറപ്പ് കിടക്കുന്നുണ്ടല്ലോ. നാളെ നീയും പോകണ്ടവനാ വാപ്പാ. ഈ പള്ളിപ്പറമ്പിലാണ് നാളെ നീയും പോയി കിടക്കേണ്ടത്. അതുകൊണ്ട് പടച്ചവര് അല്ലാഹു തരുന്ന പ്രതിഫലം എപ്പോഴാണെന്നറിയോ? റൂഹ് പിടിച്ച് നിന്റെ തുണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ ആ തുണ്ടക്കുടിയിൽ നിന്ന് അവസാനമായി റൂഹ് വലിച്ചെടുക്കുമ്പോ മലക്കുകളോടി വരികയാണ്, മലക്കുകളോടി വരികയാണ്. നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് സ്വർഗം ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ്. വഅബ്ശിറൂ ബിൽ ജന്നാ. ഇതാണ് സ്വർഗം. ആ പള്ളിയിൽ കബറടക്കുന്നതിന് വേണ്ടി ജാഗമാകാറ് 1 സെന്റ് ഭൂമി കൊടുത്ത വാപ്പാ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം ഇതാ. വഅബ്ശിറൂ ബിൽ ജന്നാ. സ്വർഗം ഇങ്ങനെ കാണിച്ചു തരുമടോ. ഈ പള്ളിപ്പറമ്പിലെപ്പോ പോയാലും, ഈ പള്ളിപ്പറമ്പിലെപ്പോ പോയാലും നിന്റെ മനസ്സിനൊരു സമാധാനമാടോ. അല്ലാഹുവേ 1 സെന്റ് ഭൂമിയുടെ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ പടച്ചവര്. എന്തായാലും ഞാൻ ഈ മണ്ണിൽ വന്ന് കിടക്കുമ്പോ, അല്ലാ ഈ മണ്ണിനടിയിൽ കിടക്കുമ്പോ റബ്ബിനോട് കരുണ കാണിക്കുമല്ലോ. ജാരിയായ സദക്കയാടോ. അത് കാണുമ്പോ വല്ലാത്ത സന്തോഷമാടോ. പടച്ചവനെ നാളെ എന്റെ വാപ്പ മരണപ്പെട്ടിട്ട് 14 കൊല്ലം തികയുകയാ. പടച്ചവനെ ശഅബാൻ 25-ന് എന്റെ പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ട് 14 കൊല്ലം തികയുകയാണ്. ഇന്നും എന്റെ വീടിന്റെ താഴെ ഒരു ചെറിയ മസ്ജിദ് ഉണ്ടോ. അതിനകത്തേക്ക് ചെല്ലുമ്പോ എന്റെ ഉപ്പാനെ എനിക്ക് ഓർമ്മ വരും സഹോദരാ. ആ പള്ളിയുടെ മുമ്പിൽ ഒരു ജനലുണ്ട്. ഞാൻ അതിന്റെ ചാരത്ത് പോയി നിൽക്കാറുണ്ട്, ആ ജനലിന്റെ പരിസരത്ത് പോയി നിൽക്കാറുണ്ട്. കാരണം പടച്ചവന് ആ ജനൽ എന്റെ ഉപ്പ കൊടുത്തതാണ്, ആ ജനൽ എന്റെ ഉപ്പ കൊടുത്തതാണ്. ആ ജനൽ കാണുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് സഹോദരാ. ഇതാണ് ജാരിയായ സദഖ. മണ്ണോടലിഞ്ഞാലും ഖബറിൽ വരുമടോ, മണ്ണോടലിഞ്ഞാലും ഖബറിൽ വരുമടോ. അതുകൊണ്ട് നിങ്ങൾ തരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ചാടി എഴുന്നേറ്റ് പറയാൻ അല്ലാഹുവേ ഒരാളെയും ഞാൻ നിർത്തിയിട്ടില്ല. അല്ലാഹുവാണ് മനസ്സ് കൊടുക്കുന്നത്. ദുആ ചെയ്യാൻ പോവുകയാണ്. പടച്ചവരേ 1 സെന്റ് ഭൂമി അല്ലാ, 1 സെന്റ് ഭൂമി മതി സഹോദരാ. ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയല്ലോ. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഈ ആയിരക്കണക്കിന് വരുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പറയുന്ന ഉസ്താദ് 1 സെന്റ് ജാഗ ഞാൻ വാങ്ങിത്തരാ, ലക്ഷങ്ങളൊന്നും വേണ്ടടോ, 1 സെന്റ് ജാഗ ഞാൻ വാങ്ങിത്തരാ. എന്റെ ഉപ്പ എവിടെ കിടക്കുന്നുണ്ട്, എന്റെ ഉമ്മ എവിടെ കിടക്കുന്നുണ്ട്. അല്ലാഹുവേ അവരുടെ ഖബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കണം ഉസ്താദ്, സ്വർഗത്തിന്റെ വിരിപ്പ് വിരിക്കണം ഉസ്താദ്. എന്റെ വാപ്പ ഇന്ന് ഖബറിനകത്ത് കിടന്ന് സന്തോഷിക്കണം ഉസ്താദ്. ഒരു നല്ല നീയത്തോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരാ ആരാവുള്ളത്, ആരാവുള്ളത്. അല്ലാഹുവേ നീ ഇഷ്ടപ്പെട്ടവരെ നീ തെരഞ്ഞെടുക്കണേ അല്ലാ, നീ തന്നെ പറയിപ്പിക്കണേ അല്ലാ, മനസ്സ് കൊടുക്കണേ അല്ലാ, കൈവിടല്ലേ അല്ലാ. ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉസ്താദെ 1 സെന്റിന് എന്താ പോലെ 50,000 രൂപ 1 സെന്റ്.